ഗലീലയിലെ കാനാവിൽ വെച്ച് നിന്റെ സാന്നിധ്യത്താൽ വിവാഹത്തിന്റെ അവസ്ഥയെ ശുദ്ധീകരിച്ച കർത്താവേ, ഇന്ന് വിശുദ്ധാവസ്ഥയിൽ ഒന്നിച്ച് ചേർക്കപ്പെടുവാനുള്ള നിന്റെ ദാസരെ അനുഗ്രഹിക്കണമേ. അവരെ നിന്റെ നല്ല വിചാരണയുടെ സംരക്ഷണയും കീഴിൽ കാത്തുകൊള്ളണമേ. അവർ നിന്റെ പരിശുദ്ധ നാമത്തെ ഇടപെടാതെ ഭയപ്പെട്ട് സ്നേഹിക്കുമാറാകണമേ. അവർ നിന്റെ ഹിതം അനുസരിക്കുവാൻ ഇടയാക്കണമേ. നിന്റെ സംരക്ഷണയിൽ അവർ ക്ഷേമമായിരുന്നു. അവരുടെ ജീവിതാവസാനം വരെ നിന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ കൃപയണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈ ലോകത്തിൽ പൂർണ്ണ സ്നേഹത്തിലും വിശുദ്ധ സമാധാനത്തിലും ജീവിക്കുവാൻ ഇവർക്ക് സന്നദ്ധി വരുത്തണമേ. അന്ത്യത്തിൽ നിത്യജീവൻ പ്രാപിക്കത്തക്കവണ്ണം അവരെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇല്ലായ്മയിൽ നിന്നും എല്ലാറ്റിനെയും ഉണ്മയിലേക്കും കൃപരാഹിത്യത്തിൽ നിന്ന് കൃപത്തിലേക്കും വീഴ്ചയിൽ നിന്ന് വീണ്ടെടുപ്പിലേക്കും നയിച്ചവനും സകലത്തിന്മേലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവനുമായ സർവശക്തനായ ത്രിയേക ദൈവമേ,
തിരുവൻപാകെ ഞങ്ങൾ ശിരസിൽ വണക്കുമ്പോൾ കാരുണ്യപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങളുടെ അതിരങ്ങളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. ബലഹീനതകളും പരിമിതികളുമുള്ള ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ കൈക്കൊള്ളുവാൻ തിരുമനസ്സാകണമേ. ഈ ഭൂമിയിൽ തിരുസഭയ്ക്ക് അടിസ്ഥാനമിട്ടതിനെ പണിയുകയും അതിന്റെ ഭാഗമായി ഈ ഭവനത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്ത ദൈവമേ, കഴിഞ്ഞ കാലമെല്ലാം ഞങ്ങളെ കരുണയോടെ നടത്തി അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിൽ ഒന്നിച്ചു ചേർക്കപ്പെടുവാനുള്ള ഈ മക്കളെ കടാക്ഷിച്ചവരെ അനുഗ്രഹിക്കണമേ. കർത്താവനാഥനായ കുടുംബം കെട്ടിപ്പടുക്കുവാൻ അവർക്കിടയാക്കണമേ. കർത്താവിന്റെ ദിവ്യമായ സാന്നിധ്യം അവരോടുകൂടെ എല്ലാ കാലത്തും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് വിനയമായി അപേക്ഷിക്കുന്നു. ആമേൻ. സകല കുടുംബത്തിനും വരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, ഇന്നേ ദിവസം വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ നൽകുന്ന പുരുഷനെയും ഇന്നേയും അവർക്ക് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ ജീവിത സാഹചര്യങ്ങളിൽ ജനിച്ച് വളർത്തപ്പെട്ടത് കർത്താവെ ഒരു കുടുംബമായി ജീവിക്കുവാനും ദൈവമുൻപാകെ അടുത്തു വന്ന് പ്രതിജ്ഞകളെ എടുക്കുവാനും അവരെ ഇന്നേ ദിവസം കർത്താവ് ഒരുക്കുകയും ഇരു കുടുംബങ്ങളെയും മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹം സംബന്ധിച്ചുള്ള എല്ലാ ആലോചനകളും ക്രമീകരണങ്ങളും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നു. ദൈവമായ കർത്താവെ, ഇന്ന് വിവാഹത്തിൻ്റെ ശുദ്ധാവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ ആലയത്തിലേക്ക് ഇതിന് മക്കൾ യാത്രയാകുന്നു. അവരുടെ വഴിയാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങളെയൊക്കെ കർത്താവ് നിയന്ത്രിച്ചു വരുന്നത് ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കണം. ദൈവമുൻപാകെ കർത്താവെ അവർ ഒരു കുടുംബമായി തിരുസന്നിധിയിൽ കർത്താവെ അവരെ കെടുക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അന്നതിൻ്റെ നാഥനായി ഇറങ്ങി വന്ന് കർത്താവ് വിവാഹ ശുശ്രൂഷ അനുഗ്രഹിക്കുന്നു. കാനാവിലെ കല്യാണത്തിൽ എഴുന്നള്ളിൽ കർത്താവെ വിവാഹ ദിവസത്തെ അനുഗ്രഹിച്ച കർത്താവ് ഇന്നേ ദിവസം പിന്നെ മക്കളുടെ വിവാഹ ശുശ്രൂഷയിൽ തുടർന്ന് നടത്തപ്പെടുന്ന എല്ലാ സൽക്കാരത്തിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായി നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിലും സഭയിലും സമൂഹത്തിലും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവൻ നയിപ്പാൻ അവരെ ഒരുക്കണമേ. കുടുംബജീവിതത്തിൻ്റെതായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ അവരെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദയവായ കർത്താവെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ആരോഗ്യവും ബലവും നിന്റെ മക്കൾക്കും കർത്താവ് നൽകണമേ. പ്രേമകളുടെ കർത്താവെ, ജനനം മുതൽ നിമിഷം വരെയും കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. നല്ല വിദ്യാഭ്യാസം ലഭിക്കുവാൻ കർത്താവെ, ജീവിത മാർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് കർത്താവ് എല്ലാം വഴിയും വാതിൽ തുറന്നവർക്ക് സ്തോത്രം. അതിനുവേണ്ടി ഒരുക്കിയ പ്രിയ മാതാവിനെയും പിതാവിനെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ തുടർന്നുള്ള ജീവിതത്തെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ തലകളെ ഉണക്കി എല്ലാവർക്കായും സ്തോത്രം ചെയ്യും. കർത്താവെ, നിന്റെ മക്കളുടെ വഴിയാത്രകളെ സുഖകരമാക്കുകയും അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവൻ നയിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് ഞങ്ങൾ അങ്ങയുടെ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണം. നിന്റെ രാജ്യം വരണം. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. കടക്കാരോട് ക്ഷമിക്കുന്നു. ഞങ്ങളെ പരീക്ഷയിലേക്ക് ദുഷ്ടൻ ഞങ്ങളെ പിടിക്കുന്നു. രാജ്യവും ശക്തിയും മഹത്വം നിനക്കുള്ളതാവുന്നു. കർത്താവായ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം പ്രിയമുള്ളവരെ, നാം എല്ലാവരും പ്രത്യേകാലത്തിന്റെ വിവാഹത്തിന്റെ വിശുദ്ധാവസ്ഥയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന മക്കളും ഇപ്പോഴും എന്നേക്കും കാലാവസ്ഥ നിലനിൽക്കുന്നതാണ്.